ദൈവമേ നന്ദി. ജ്ഞാനം എന്ന് പറഞ്ഞാൽ ദൈവത്തെക്കുറിച്ചുള്ള അറിവിനാണ് ജ്ഞാനം എന്ന് പറയുന്നത്. ഇതെങ്ങനെ സമ്പാദിച്ചെടുക്കാം? അതിന് 3 വിധത്തിലാണ് ബ്രദർ പറഞ്ഞത്. 1 നമ്മുടെ പ്രാർത്ഥന, 2 പുസ്തക വായന, 3 നമ്മുടെ ഗുരുക്കന്മാർ, നേതാക്കന്മാർ, മീൻസ് അതായത് മത നേതാക്കന്മാരുമായിട്ടും ഇതിനെക്കുറിച്ച് അറിവുള്ള ആൾക്കാരായിട്ട് സംഭാഷണത്തിൽ നിന്ന് കിട്ടുമെന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു കാര്യം മനസ്സിലായത്, നമ്മൾ വീണുപോയി നമ്മൾ ഇനി എന്ത് ചെയ്യും? ഉപ്പ് ഉറകിട്ട് കഴിഞ്ഞാൽ എടുത്ത് വലിച്ചെറിയാമെന്ന് പറഞ്ഞു. പക്ഷേ എങ്ങനെ ഉറവ് കൂട്ടും? അതിൽ ബൈബിളിൽ തന്നെ ഒരു വാക്യം നമുക്ക് പറഞ്ഞു, മാർക്കോസ് 9:49, അഗ്നിയാൽ ഉറവ് കൂട്ടുമെന്ന് പറഞ്ഞു. പക്ഷേ ഈ അഗ്നി 2 ടൈപ്പ് ഉണ്ടായിരുന്നു. ഒന്ന് നശിച്ചു പോകുന്ന അഗ്നിയുണ്ട്, പക്ഷേ ഒന്ന് നശിക്കാത്തൊരു അഗ്നി. അതിൽ നമ്മുടെ ഉറവ് കൂട്ടുമെന്ന് പറഞ്ഞു. അതിൻ്റെ പ്രതീകമാണ്, അത് ദൈവത്തിൻ്റെ സ്നേഹമാണ്. ആ അഗ്നി എന്ന് പറഞ്ഞവിടെ പറഞ്ഞ് മനസ്സിലാക്കി തന്നു. അങ്ങനെ ഒരു 2 കാര്യങ്ങൾ ബോധ്യമാണ് എനിക്ക് ഈ ക്ലാസ്സിൽ നിന്ന് കൂടുതൽ കിട്ടിയിട്ടുള്ളത്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. താങ്ക് യു. അടുത്ത ആൾ വേഗം വരൂ.